കോച്ച് പല ബിസിനസ്സിലും കണ്ടിട്ടുള്ളൊരു പ്രധാന പ്രശ്നമാണ് സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് ഈ അവിടുത്തെ ഒരു CEO ആയിട്ട് അവിടുത്തെ ഉള്ള ചില എംപ്ലോയീസിന് കുറേ കൊല്ലങ്ങളായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ മാനേജറിനെ ബൈപ്പാസ് ചെയ്ത് CEOയിലേക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അത് ശരിക്കും ബിസിനസ് ഒരു പ്രശ്നമാണോ? അത് ബിസിനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ്. അതായത് ബിസിനസ് നടത്തിക്കൊണ്ടെന്ന് പറയുന്നത് അവിടെ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുക വിൽക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. കാരണം ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടീമാണ്. അപ്പോൾ ഈ ടീമിനെ എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നതിനുള്ള ക്ലാരിറ്റി ബിസിനസ് ഓണർക്ക് CEOക്ക് ഉണ്ടാവണം. അപ്പോൾ പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്, അവിടെ ഓൾറെഡി ഒരു ടീം ഉണ്ടാവും, അവിടെ ഒരു പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലിലൊക്കെ ഒരു ആ ബിസിനസ്സിലോട് വരുന്ന സമയത്ത് ഉണ്ടാവും കൂടുതലും പഴയ ആൾക്കാർക്ക് ഉണ്ടാവും CEOയുടെ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഈ സ്റ്റാഫിന് മുകളിലായിരിക്കും പുതിയ മാനേജർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, പലപ്പോഴും ഇദ്ദേഹം അവിടെ വർക്ക് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ബൈപ്പാസിങ് നടക്കുന്നുണ്ടാവും. അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ഇത്രയും വലിയൊരു സാലറി കാര്യം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിലൂടെ കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് അവർക്ക് അത്തരത്തിൽ സ്പേസ് കൊടുക്കണം. രണ്ടാമത്തത് ഓരോരുത്തർക്കും എന്താണ് അവരുടെ ഒരു ബൗണ്ടറി എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവണം, റോൾ ക്ലാരിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ക്ലാരിറ്റി ഉണ്ടാവണം. അവിടേക്കാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു HR മെക്കാനിസം വേണ്ടത്. അപ്പോൾ ആ ഒരു HR മെക്കാനിസം ഇല്ലെങ്കിൽ എന്തുണ്ടാവും, ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ CEO തീരുമാനിക്കണം, ബിസിനസ് ഓണർ തീരുമാനിക്കണം. കാരണം ഈ കൾച്ചർ എന്ന് പറയുന്ന സംഗതി എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് പോകേണ്ട സംഗതിയാണ്. എൻ്റെ ബിസിനസ്സിലെ ആളുകളെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, ആളുകളെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടണം, എങ്ങനെയാണ് അവർ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർ നമ്മുടെ കോമൺ വിഷനിലോട്ട് പോവേണ്ടത്, ഇതൊരു ഡിസൈൻ ചെയ്തെടുക്കണം. ഇതൊക്കെ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അല്ലാതെ നമ്മുടെ സാധനം വായിക്കാൻ മാത്രമായിട്ട് ബിസിനസ് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. അതല്ല, കൾച്ചർ ഉണ്ടാക്കുക, ടീം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത്തരത്തിലൊരു മെക്കാനിസം എൻ്റെ ബിസിനസ്സിൽ ഉണ്ടാവണം എന്നൊരു ക്ലാരിറ്റിയോട് സമീപിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതർവൈസ് നല്ല ആൾക്കാർ വിട്ടിട്ട് പോകും, ജോലി വിട്ടിട്ട് പോകും. അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്.